ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 100 വിളി വിളിക്കൂ രാഘവേട്ടൻ. കട്ടൻ ചായക്കായിരിക്കും. വരുന്ന രാഘവേട്ടാ, എടി ഫാമേ നീ ഇങ്ങോട്ട് വന്നേ, ഈ വന്നേക്കുന്ന ആരൊക്കെയാണെന്ന് നീ വന്നൊന്ന് നോക്കിക്കേ. അങ്ങനെ വലിയ സന്തോഷത്തോടെ നമ്മുടെ രാഘവേട്ടനും ഫാമയെ ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുമ്പോൾ സത്യാമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. സത്യാമ്മ വന്ന് നോക്കുമ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുന്ന രോഹിത്തും അതുപോലെ പുഞ്ചിരിയോടെ നിൽക്കുന്ന ശാലിനിയുമാണ് കാണുന്നത്. രോഹിത്തിനെ കണ്ടതും സത്യാമ്മയുടെ മുഖം അങ്ങ് മാറി. പെട്ടെന്നൊരു ദേഷ്യത്തോടെ രോഹിത്തിനെ ഇങ്ങനെ നോക്കുവാണ്. എന്താ രാഘവേട്ട, എന്തിനാ ഇവൻ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്? രോഹിത്ത് പറയുന്നു, സത്യാമ്മേ, ഞാനായിട്ടുണ്ടാക്കിയ കുഴപ്പങ്ങളൊക്കെ ഞാനായിട്ട് തന്നെ അതൊക്കെ അങ്ങ് പരിഹരിച്ചു. നമ്മുടെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടി സത്യാമ്മേ. അത് കേൾക്കുമ്പോൾ രാഘവേട്ടൻ അങ്ങ് ഭയങ്കര സന്തോഷം. എന്നാൽ സത്യാമ്മയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. ഇത് ഞാൻ സത്യാമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. ഇതൊന്നും എനിക്കിനി വേണ്ടാന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ഒരിക്കൽ എന്നെ കരയിപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പോയ മുതലാ അത്. ഞാൻ എൻ്റെ ജനിച്ച വീടിനെ പോലും ഇത്രയധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയ മുതലാ അത്. നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ആ വേദന എൻ്റെ നെഞ്ചിനകത്ത് ഒരു തീരാ ദുഃഖമായി, ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി എൻ്റെ നെഞ്ചിൽ കിടക്കുക. അതെങ്ങനെ അവിടെ കിടക്കുന്നത് തന്നെ നല്ലത്. ഇനി എനിക്കത് വേണ്ട. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. ഫാമേ, നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് വേണ്ടെങ്കിലേ അത് എനിക്ക് വേണം. കാരണം അത് എൻ്റെ മുതലാ, അതെ എൻ്റെ വിയർപ്പാ. ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞ് തിരിച്ചു കിട്ടിയ മുതൽ നഷ്ടപ്പെടുത്താൻ എന്നെ കിട്ടത്തില്ല. ശാലിനി വളരെ മര്യാദയും സ്നേഹത്തോടെ സത്യാമ്മയോട് പറയുവാണ്. സത്യാമ്മയെ പോലെ തന്നെ ആ വീടിനോട് ഇഷ്ടവും സ്നേഹവുമുള്ള മറ്റുള്ളവരുടെ മാനസികാവസ്ഥയും സത്യാമ്മ ഒന്ന് മനസ്സിലാക്കണം. അതിലൊരാളാണ് വിഷ്ണുവേട്ടൻ. എന്തൊക്കെ ഉണ്ടായാലും ഇനി സ്വർണം കൊണ്ടൊരു വലിയ കൊട്ടാരം തന്നെ പണിഞ്ഞ് മുന്നിൽ വെച്ചു കൊടുത്താലും ഓടിച്ചാടി നടന്ന സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ വേദന അതൊരിക്കലും അണയാത്ത ഒരു ദീപമായി ഇന്നും വിഷ്ണുവേട്ടൻ്റെ മനസ്സിലുണ്ട്. പിന്നെ വന്നു കയറിയ ഞങ്ങൾക്കും, എനിക്കും ശ്യാമയ്ക്കും, ഞങ്ങൾക്ക് ആ വീട്ടിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായാലും അത് ഭൂമിയിലെ സ്വർഗം തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യാമ്മയ്ക്കും സങ്കടമൊക്കെ വരുന്നുണ്ട്. ഒരിക്കൽ കൂടി ആ വീടിൻ്റെ മുറ്റത്ത് അച്ഛനെ എല്ലാ അധികാരത്തോടെ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരു തെറ്റാണോ സത്യാമ്മേ? ഞങ്ങളുടെ സത്യാമ്മ ഇവിടെ ഇങ്ങനെ ഒരു വീട്ടിൽ ജീവിച്ച് കാണാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പഴയ തൻ്റെയിടത്തിലും പ്രതാപത്തിലും വീട് ഭരിക്കുന്ന തൻ്റെടിയായ സത്യാമ്മയെ കാണാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് സത്യാമ്മ ഞങ്ങളിത് തിരിച്ചു മേടിച്ചത്. രോഹിത്ത് സങ്കടത്തോടെ 2 കൈയും കൂപ്പി തൊഴുതോട്ട് സത്യാമ്മയോട് പറയുന്നു, സത്യാമ്മേ, ഞാൻ കാണിച്ചു കൂട്ടിയ മഹാഭാവത്തിനെല്ലാം എനിക്ക് മാപ്പ് തരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തെറ്റ് തിരുത്തി വന്ന എന്നെ ഇനിയെങ്കിലും ശവിക്കാതിരുന്നുകൂടെ എന്നും പറഞ്ഞ് കരയുവാണ് രോഹിത്ത്. നിയന്ത്രിക്കാൻ ആരുമില്ലാതെ പോയ ഒരനാഥൻ്റെ അപേക്ഷയാണ് സത്യാമ്മേ എന്നും പറഞ്ഞ് രോഹിത്ത് കരഞ്ഞുകൊണ്ട് സത്യാമ്മയുടെ കാലിൽ വീഴുവാണ്. സത്യാമ്മ അങ്ങ് മാറുവാണ് ഇഷ്ടപ്പെടാത്ത പോലെ. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രോഹിത്തിനെ നോക്കി സങ്കടത്തോടെ രാഘവേട്ടൻ പറയുന്നു, എടാ രോഹിത്തെ, എഴുന്നേക്കടാ. എടാ ഞാനാ പറഞ്ഞത്, എടാ മക്കളെ എഴുന്നേക്കടാ. എടാ മക്കളെ, ഇത് ഞാൻ വാങ്ങിച്ചോളാം എന്നും പറഞ്ഞ് രാഘവേട്ടൻ നല്ല സന്തോഷത്തോടെ ആ ആധാരം രാഘവേട്ടൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് ശാലിനിയുടെ കയ്യിൽ നിന്ന് മേടിക്കുവാണ്. ഞാനിത് അഭിമാനത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത്. എൻ്റെ മക്കളുമാരിതിൻ്റെ പേരിൽ സങ്കടപ്പെടണ്ട. വിഷ്ണു വന്നിട്ട് അവനോട് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇതാർക്ക് വേണ്ടെങ്കിലും അച്ഛന് വേണം മോളെ എന്നും പറഞ്ഞ് ശാലിനിയോട് സന്തോഷത്തോടെ ആ ഫയലൊക്കെ വാങ്ങിച്ചിങ്ങനെ രാഘവേട്ടൻ വെക്കുവാണ്. ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ലെന്ന് വിചാരിച്ചിരുന്ന രാഘവേട്ടൻ്റെ ആ സ്വത്ത് കയ്യിൽ തിരിച്ചു കിട്ടിയപ്പോൾ ആ മുഖത്തുണ്ടായ ആ സന്തോഷം കണ്ട് ശാലിനിയും രോഹിത്തും ഇങ്ങനെ നിറകണ്ണുകളോടെ നോക്കി നിൽക്കുവാണ്. രോഹിത്ത് വീണ്ടും സത്യാമ്മയെന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് സത്യാമ്മ അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. അച്ഛാ, സത്യാമ്മ എന്നിങ്ങനെ വിഷമിച്ച് ശാലിനി പറയുമ്പോൾ, സാരമില്ല മോളെ, എല്ലാം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക അച്ഛാ എന്നും പറഞ്ഞ് ശാലിനിയും രോഹിത്തും അങ്ങ് പോവുകയാണ്. സത്യാമ്മ അവിടെ അകത്തിരുന്ന് എന്തൊക്കെയോ പിറുവിറുക്കുവാണ്. ആ തീരുമാനത്തിൽ നിന്നും സത്യാമ്മയെ ആർക്കും പിന്തിരിപ്പിക്കാനാവില്ല. അതിനുവേണ്ടി ആരും ഇനി കച്ചകെട്ടി ഇറങ്ങുകയും വേണ്ട. ഇപ്പോഴാണോ സത്യഭാമയുടെയും രാഘവൻ്റെയും കണ്ണുനീരിന് വിലയുണ്ടായത്? ഇതുവരെ ആരും കണ്ടില്ലായിരുന്നല്ലോ. ഇപ്പം സങ്കടം മാറ്റാൻ കുറേ ആൾക്കാർ വന്നിരിക്കുന്നു. രാഘവേട്ടൻ അകത്തോട്ട് വന്നിട്ട് ദേഷ്യപ്പെടുവാണ്. ഫാമേ, ശാലിനി എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമുക്കിത് സ്വന്തമാക്കി തന്നേന്നറിയാവോ? അതിന് സ്വന്തമാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞോ? എന്തിനാ ഫാമേ ഇങ്ങനെ തട്ടാമുട്ടി പറഞ്ഞ് സ്വയം ചെറുതാകുന്നത്? അവർ ചെയ്ത കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവരോടൊന്ന് മാന്യമായി സംസാരിക്കാൻ പോലും നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ആരെ കാണിക്കാനാ നിൻ്റെ ഈ ധാർഷ്ട്യം? ചാവാനായിട്ട് പാതി ചത്ത് ജീവിക്കുന്ന ഈ എന്നെയോ? എന്നെ ആരും തോൽപ്പിക്കാൻ നോക്കണ്ട. തോൽപ്പിക്കാൻ നോക്കിയാൽ ഞാൻ തോൽക്കില്ല. എല്ലാം ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുത്താലേ അതിൻ്റെ ക്രെഡിറ്റ് നിനക്ക് തന്നെ. അപ്പോൾ നമ്മുടെ വിഷ്ണു ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വരുന്നുണ്ട്.
വിഷ്ണു അകത്തോട്ട് കയറാനായിട്ട് ഒരുങ്ങുമ്പോൾ വിഷ്ണുവിനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അത് സാബു വർഗീസിൻ്റെയാണ്. വിഷ്ണു, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നാളെ കാലത്ത് തന്നെ സിവിൽ സ്റ്റേഷനിലെത്തണം. കാണേണ്ട ആളിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അങ്ങോട്ട് വാട്സാപ്പിൽ ചെയ്തു തരാം. ശരി സാറേ, ഞാൻ നാളെ തന്നെ പോയിക്കോളാം. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്നൊക്കെ സാബു വർഗീസ് പറയുന്നുണ്ട്. രാഘവേട്ടൻ സത്യാമ്മയെ വഴക്ക് പറയുന്നതാണ് വിഷ്ണു കേൾക്കുന്നത്. നീ ശാലിനിയെ ദ്രോഹിച്ച് പുറത്താക്കാൻ നോക്കിയപ്പോഴേ അവൾ നിന്റെ വീടിനകത്താക്കാനാ നോക്കിയത്. ഈ വസ്തു നമുക്ക് തിരിച്ചു വാങ്ങി തരുന്നതിന് വേണ്ടി അവൾ ഒരുപാട് ത്യാഗവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അവളെ അവിടെ ജീവിതം കൂടെ മറന്ന ഈ ഓടി നടക്കുന്നത്. നീ ഒന്ന് മനസ്സിലാക്കണം ഭാമേ, വിവാഹം കഴിഞ്ഞ നാള് മുതൽ നമ്മൾ ഒന്നിച്ചാ താമസിക്കുന്നത്. പക്ഷെ അവരുടെ കാര്യം അങ്ങനാണോ? അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവരെത്ര നാൾ ഒരുമിച്ച് കഴിഞ്ഞു? അവരെങ്ങനെയാ ജീവിച്ചത്? അവർ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലല്ലേ ജീവിച്ചത്? സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ നീ അവർക്ക്? എല്ലാം നിന്റെ വാശി കാരണം ഉണ്ടായതാ. ഇനിയെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം. അവരങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ ജീവിച്ചു തീർക്കേണ്ടവരല്ല. ജീവിതം എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒക്കെ ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യൻ്റെ പ്രാക്കുണ്ടല്ലോ, അതെ പ്രത്യേക സാഹചര്യത്തിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്നതാ. പിന്നെ അതിൽ നിന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. സ്വസ്ഥത കിട്ടത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട, ഇങ്ങനെയൊക്കെ രാഘവേട്ടൻ പറഞ്ഞിട്ടും സത്യാമ്മ ഒന്നും എതിർത്ത് പറയുന്നില്ല. രാഘവേട്ടൻ പുറത്തോട്ട് വരുമ്പോൾ വിഷ്ണു അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. രാഘവേട്ടൻ സന്തോഷത്തോടെ വിഷ്ണുവിനോട് പറയാം, എടാ മക്കളെ, ഇത് കണ്ടോ, നമ്മുടെ വീടിൻ്റെ ആധാരമാണ്, എൻ്റെ മക്കളെ തിരിച്ചുകൊണ്ട് തന്നെനിക്ക് എന്നൊക്കെ സന്തോഷത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്തും സന്തോഷവും കണ്ണ് നിറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാമയുണ്ടല്ലോ, അവൾ ഇപ്പോഴും അങ്ങനെ തന്നെ, എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ അകത്തോട്ട് വിഷ്ണു വന്ന് സത്യാമ്മയെ നോക്കുന്നുണ്ട്. സത്യാമ്മ വിഷ്ണുവിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുഖം തിരിച്ചങ്ങിരിക്കുവാണ്. അമ്മ ഒന്നും മിണ്ടാത്തത് കൊണ്ട് വിഷ്ണു അങ്ങ് പോയി. സത്യാമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയണം ഒന്നും മനസ്സിലാകുന്നില്ല. ആകെ കൺഫ്യൂഷനിലിരിക്കുവാണ് സത്യാമ്മ. ശാരദാമ്മയുടെ വീട്ടിൽ ശാലിനിയും ശാരിയൊക്കെയായിട്ട് വർത്തമാനം പറയാം. ശാലിനി പറയുന്നു, കുറേ അധികം നാളായിട്ടും ചേച്ചിയോട് കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഫോൺ ചെയ്താൽ പോലും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ഞാനും അമ്മയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ രാജീവ് സാറിൻ്റെ അമ്മയുടെ സ്വഭാവം അനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. ചേച്ചി അവരെ കടിച്ചു, മാന്തി എന്നൊക്കെയാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്. ചേച്ചി, സത്യത്തിൽ അവിടെ എന്താ ഉണ്ടായത്? അത് മോളെ എന്നെ മാനസിക രോഗിയാക്കുക, എന്നിട്ട് രാജീവേട്ടനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കുക, അത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു അമ്മാവനും. അപ്പോൾ രാജീവ് സാറിനോട് ചേച്ചിക്ക് ഇതൊക്കെ പറയാൻ വയ്യായിരുന്നു. എന്ത് പറയാൻ, രാജീവേട്ടൻ ഇവിടെ ഉള്ളപ്പോഴും ഇത് തന്നെയായിരുന്നു ഗതി. അമ്മ പറയുന്നതിനപ്പുറം രാജീവേട്ടന് വേറൊരു വാക്കില്ല. എന്തെല്ലാം ക്രൂരതകളാണ് അവരെന്നോട് കാണിച്ചതെന്ന് നിങ്ങൾക്കറിയാവോ? അതൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ ദൈവം താഴെ ഇറങ്ങി വരും. അത്രയ്ക്ക് ഞാൻ ഈശ്വരനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ശാരദാമ്മ അങ്ങോട്ട് വന്നിട്ട് പറയാം, എടി നീ ഒരു ജോലി അവിടെ ചെയ്യുന്നില്ല, ഏതു നേരവും കിടപ്പാ എന്നൊക്കെയാണ് അവരെല്ലാവരോടും പറയുന്നത്. എൻ്റെ വളർത്തു ദോഷം കൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയതെന്ന് അവർ നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടന്നത്. പകലന്തിയോളം പണി ചെയ്തിട്ടും രാത്രിയിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ചെല്ലുമ്പോൾ അപ്പോഴമ്മയ്ക്കറിയാവോ, അവരാ ചോറെടുത്ത് അടുത്ത വീട്ടിലെ പശുവിന് കൊടുക്കുന്ന കാടിക്കകത്തിടും. ഞാൻ ചോദിക്കും പറയും, നീ കഴിച്ചെന്ന് വിചാരിച്ചു പോയല്ലോ എന്ന്. മിക്ക ദിവസവും പട്ടിണിയിലാമ്മയെ ഞാൻ കിടക്കുന്നത്. വിശപ്പ് കടിച്ച് പിടിച്ച് കിടന്ന് ഞാൻ നേരം വെളുപ്പിക്കും. എന്നാൽ ഉറക്കം വരുമോ? അതുമില്ല. എൻ്റെ സങ്കടങ്ങളൊക്കെ നിങ്ങളോടൊന്ന് വിളിച്ച് പറയാമെന്ന് വെച്ചാൽ അതും പറ്റില്ല. എൻ്റെ ഫോൺ അവർ പിടിച്ചു വാങ്ങിച്ച് വെച്ചിരിക്കുമല്ലയോ. ഇത് വല്ലതും രാജീവേട്ടോട് പറഞ്ഞാൽ ഇത് പല വീടുകളിലും നടക്കുന്ന സംഭവമാണ്. വന്നു കയറിയ പെണ്ണാണ് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടത് എന്നാണ് രാജീവേട്ടൻ പറയുന്നത്. ശരിക്കും അവിടെ കൂട്ടിലടയ്ക്കപ്പെട്ട അവസ്ഥയായിരുന്നു അമ്മ എൻ്റെത്. സ്നേഹത്തോടൊരു വാക്ക് രാജീവേട്ടൻ പോലും എന്നോട് പറയില്ല. അമ്മയ്ക്കറിയാവോ, മരിക്കാൻ വരെ ഞാൻ അവിടെ തീരുമാനിച്ചതാണ്. അന്ന് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തും വേണ്ടി പച്ചമരുന്നുകളാണെന്നറിയാവോ ആ അമ്മയും അമ്മാവനും കൂടി എന്നെക്കൊണ്ട് കുടിപ്പിച്ചത്. സുഖപ്രസവം നടക്കാനാണെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് വിശ്വസിച്ച് അവർ തന്ന പച്ചമരുന്നും ലേഹ്യവും എല്ലാം ഞാൻ കഴിച്ചു. അതൊക്കെ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നമ്മേ. അങ്ങനെ വയ്യാതെ ഞാൻ നിലത്ത് വീണിട്ട് പോലും ഒന്ന് വിശ്രമിക്കാൻ പോലും അവരെന്നെ അനുവദിച്ചില്ല. വാഷിംഗ് മെഷീൻ കേടാക്കി വെച്ചിട്ട് വലിയ വലിയ പുതപ്പുകളൊക്കെ എന്നെക്കൊണ്ട് അലക്കിപ്പിച്ചു. പിന്നെ ഒരാഴ്ചയാണ് ഞാൻ ആശുപത്രിയിൽ കിടന്നത്. അവിടെയുള്ള നേഴ്സന്മാരുടെ കാരുണ്യം കൊണ്ടാണ് അവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. രാജീവേട്ടൻ അപ്പോഴും ഇപ്പോഴും അമ്മയും അമ്മാവനും പറയുന്നതിനപ്പുറം ഒരു വാക്കുമില്ല, പ്രവൃത്തിയില്ല. ശാരി പറയുന്നതൊക്കെ കേട്ട് ശാരദാമ്മയും ശാലിനിയും ഇന്ന് കരയുക. എന്നെ കൊല്ലാനായിട്ട് അവർ ഗ്യാസ് സ്റ്റൗ വരെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാകുമ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. അതൊക്കെ ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് തലയ്ക്ക് പെരുപ്പാണ്.
എന്ന് പറയുകയും ശാരി അങ്ങ് ബോധം കെട്ട് വീഴുവാണ്. ശാരദാമ്മയും ശാലിനി അങ്ങ് പേടിച്ചിട്ട് മോളെ ശാരി കണ്ണു തുറക്ക്, ചേച്ചി ചേച്ചി എന്നൊക്കെ ശാലിനിയും വിളിക്കുവാണ്. എന്നിട്ട് ശാലിനി ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്ന് ശാരിയുടെ മുഖത്ത് തളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്താ മോളെ, എന്ത് പറ്റിയതാ നിനക്ക്? ഇങ്ങനെയാമ്മേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ബോധം കെട്ട് വീഴും. ആ അബോർഷന് ശേഷം എപ്പോഴും ഇങ്ങനെ വരാറുണ്ടമ്മേ. കുറേയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളൊരു വാടക വീട്ടിലോട്ട് മാറിയത്. ആ ദേഷ്യത്തിനാണ് രാജീവേട്ടൻ ഹയർ സ്റ്റഡീസ് എന്നും പറഞ്ഞ് US പോയത്. ശാരദാമ്മ കരഞ്ഞുകൊണ്ട് പറയാ, എനിക്ക് പിറന്ന 3 പെൺമക്കളും ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിരുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്ത ദുരിതങ്ങൾ ഏറെയാണ്. പക്ഷെ ഒരാൾക്കും നല്ലൊരു ജീവിതം ഈശ്വരൻ കൊടുത്തില്ല. ശാരദാമ്മ ശാലിനിയോട് പറയുന്നു, നിനക്കിതൊക്കെ അറിയാത്തത് ജോലിയുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്കും ഇത് തന്നെ ആയാനേ ഗതി. ശ്യാമയുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്താ മക്കളെ ദൈവങ്ങൾ നമ്മളോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? എന്നിട്ട് ശാരദാമ്മ ശാരിയോട് പറയുന്നു, മോള് ഏതായാലും കുറച്ചു നേരം പോയി കിടക്ക്. പഴയ അനുഭവകഥകളൊക്കെ എൻ്റെ മോൾ ഓർത്തെടുത്തതല്ലേ. അപ്പോഴങ്ങോട്ട് വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷ വന്ന ശബ്ദം കേൾക്കുന്നു. ശാലിനി പറയുന്നു, വിഷ്ണുവേട്ടൻ വന്നെന്നാണല്ലോ തോന്നുന്നത്. വിഷ്ണു അങ്ങനെ വാതൊക്കെ വന്നു ശാലിനി എന്ന് വിളിക്കുന്നു. ശാരദാമ്മ പറയും, താണ്ട വിഷ്ണുമോൻ വിളിക്കുന്നു, നീ അങ്ങോട്ട് ചെല്ല്. ശാരിമോളെ എങ്ങനെ ഇരിക്കുന്നു? ഒന്നും കുഴപ്പമില്ലമ്മ, ഇതൊക്കെ എനിക്കിപ്പോൾ ശീലമാണ്. ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. വിഷ്ണു അവിടെ നിന്നിട്ട് ശാലിനിയോട് ചിരിച്ചോണ്ട് ഇങ്ങോട്ട് വാ എന്നിങ്ങനെ ആക്ഷൻ കാണിക്കുന്നത്. ശാലിനി ചോദിക്കുന്നു, എന്താ അകത്തോട്ട് വരുന്നില്ലേ? ഇല്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണു ശാലിനിയെ വിളിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണു എന്തായിരിക്കും ശാലിനിയോട് പറയാൻ വന്നത്? നാളെ ജോലി കിട്ടുന്ന കാര്യമാണോ? വിഷ്ണുവിനറിയുമോ ശാലിനിയുടെ ഡ്രൈവറാ വിഷ്ണു ആകാൻ പോകുന്നതെന്ന്? അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.